എടി ഞാനൊരു കൊല്ലായി ഒരു പെണ്ണിനെ ലവ് ചെയ്തോണ്ടിരിക്കുക. ഞാനൊരു പെണ്ണിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. അതായത് ഫോളോ ചെയ്യുന്ന ഒരു പെണ്ണിനെയും ലവ് ചെയ്യുന്നത് വേറെ പെണ്ണിനെയാ? അല്ല, രണ്ടും ഒരു പെണ്ണിനെയാ. പിന്നെ എന്തിനാ നിങ്ങളുടെ കൊണന്നേ? അതെനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിള്. അവളിപ്പോ ഈ വഴിക്ക് വരും, ഞാൻ കുറച്ചങ്ങോട്ട് ദൂരെ മാറിക്കാം. നീ അവളോട് എന്നെ പറ്റി ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് തേനാണ് പാലാന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് കൊടുക്കണം. ഇതാ അവള് വരുന്നുണ്ട്. ആ ചേട്ടൻ പൊക്കോ, ഞാൻ നോക്കോണ്ട്. മോളെ കറക്റ്റായി പറഞ്ഞോളോ. ചേച്ചി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ദാ നിക്കണ ചേട്ടനെ കണ്ട? അതെന്റെ സ്വന്തം ചേട്ടനാ. ഒരു വർഷമായിട്ട് ചേച്ചിനെ ഭ്രാന്തായിട്ട് ഇഷ്ടപ്പെട്ടോണ്ടിരിക്കുക. ചേച്ചിനെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എന്തിനെ പണിക്കും അതുവരെ ചേച്ചിനെ ആലോചിച്ചിട്ടായിരിക്കണത്. 30-35 വയസ്സായി, ഇനി അവന് വേറൊരു പെണ്ണ് കിട്ടും തോന്നണില്ല. ചേച്ചി ഇപ്പൊ പറയണ മറുപടിയിലാണ് അവന്റെ ജീവിതം ഇരിക്കണത്. ശരിടി, പറയാം. ഒരാണിന്റെ ശബ്ദം കേട്ടാ ചേച്ചി? എന്നെ നിനക്ക് മനസ്സിലായില്ല? ഇല്ല. 10ാം ക്ലാസ് വരെ ഞാനും നിന്റെ ചേട്ടനും ഒരുമിച്ചാ പഠിച്ചത്. ഞാൻ സുരേഷ്. ഞാൻ നിന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. സുരേഷ് ചേട്ടാ, നിങ്ങളാ? നിങ്ങളെയാണോ ഒരു വർഷമായിട്ട് ചേട്ടൻ? ഓ അവന്റെ ഒരു നാണം കണ്ടില്ലേ? ഞാൻ അവനെ വിളിക്ക. നിങ്ങളെന്നെ പറഞ്ഞോ. ചേട്ടാ ഒന്നിങ്ങ വന്നേ. ചേട്ടാ എനിക്കൊരു കാര്യം പറയാം. നീ ഒന്നും പറയണ്ട, ഇവളൊരുവിധം പറഞ്ഞിട്ടുണ്ടാവല്ലോ. എന്നാലും ഞാൻ പറയാം. എനിക്ക് ഒരേ ഒരു അമ്മയും ഒരേ ഒരു അച്ഛനാണുള്ളത്. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ 10-15 അച്ഛന്മാരുണ്ടല്ലോ. നിന്നോട് കുറുകെ പറയരുതെന്ന് ഞാൻ പറഞ്ഞു. ദേവതമാരൊക്കെ അങ്ങ് സ്വർഗത്തിലാന്ന് വിചാരിച്ചേ, പക്ഷെ ഞാൻ എന്റെ ദേവതയെ ഇങ്ങ് ഭൂമിയിൽ കണ്ടെത്തി. ചേട്ടാ എടുത്തു ചാടല്ലേ. നീ ഒന്നും മിണ്ടാതിരി, ഞാനൊന്ന് പ്രൊപ്പോസ് ചെയ്യട്ടെ. ഐ ലവ് യു സുരഭി. എനിക്കും നിന്നെ ഇഷ്ട. ആരുടെ അത്? ഇവിടെ ആരുമില്ല, കണ്ടൂടെ? തൊണ്ടയില് കിച്ച് കിച്ചാണോ? നിനക്കും എന്നെ മനസ്സിലായില്ലേ? ഡാ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുരേഷ്. സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കും നിന്നോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ നീയായി പറഞ്ഞ സ്ഥിതിക്ക് ഐ ലവ് യു ടു ഡാ.